ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുന്തൻ സ്റ്റോൺസ് വെച്ചിട്ട് സ്റ്റഡ് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ കിറ്റ് അവൈലബിൾ ആണോ? ഹെവി ആയിട്ടുള്ള ഇയർ റിങ്സ് എങ്ങനെ ഉണ്ടാക്കാം, ഹാങ്ങിങ് ഇയർ റിങ്സ് എങ്ങനെ നമുക്ക് കുന്തൻ സ്റ്റോൺസ് വെച്ചിട്ട് ട്രൈ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിനുള്ള ഒരു ആൻസറാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വെൽക്കം ടു അവർ അനദർ എപ്പിസോഡ് ഓഫ് ജ്വല്ലറി മേക്കിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ജ്വല്ലറി മേക്കിങ്ങിന്റെ കിറ്റ് ഇപ്പോഴും അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ട് കുറേ പേര് എനിക്ക് ഇപ്പോഴും എൻക്വയറീസ് വരാറുണ്ട്, കുറേ മെസ്സേജസ് വരാറുണ്ട്. ജ്വല്ലറി മേക്കിങ്ങിന്റെ കിറ്റ് അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറേ ബൾക്കായിട്ടൊന്നും ഐറ്റംസ് എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു. സോ ഞാൻ ഓർഡർ കിട്ടിയ അനുസരിച്ചിട്ടാണ് ഞാൻ ഐറ്റംസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ചൊന്ന് ഡിലേ ആവുന്നത്. അതേപോലെ വേറൊരു മെസ്സേജ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസ്റ്റാഗ്രാം ഇല്ല, ജിമെയിൽ ID ഇല്ല, സോ വാട്സപ്പ് വഴി എന്തെങ്കിലും കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കുറേ മെസ്സേജസ് എനിക്ക് കമൻസുകൾ വരാറുണ്ട്. സോ അപ്പം ഞാൻ ഇനിയിപ്പം ഇൻസ്റ്റാഗ്രാമിൽ അയക്കുന്നവർക്ക് അയക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് വാട്സപ്പ് വഴി ഓർഡർ എടുക്കാം. അപ്പം ഞാൻ വാട്സപ്പ് നമ്പർ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കാം. അപ്പോൾ വാട്സപ്പ് വഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് വഴി നിങ്ങൾക്ക് ഓർഡർ എടുക്കാവുന്നതാണ്. കിറ്റ് ഇപ്പോഴും അവൈലബിൾ ആണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഹാങ്ങിങ് കമ്മലാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് തികച്ചും ജ്വല്ലറി മേക്കിംഗ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആണ്. അതായത് ജ്വല്ലറി മേക്കിങ്ങിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല, അല്ലെങ്കിൽ ഇതുപോലെ യൂട്യൂബൊക്കെ കണ്ട് വീഡിയോസ് ചെയ്തിട്ട് ഡൗട്ടായിട്ടൊക്കെ ഇരിക്കുന്ന അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കാണാം. കാരണം ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഇതൊക്കെ സിമ്പിൾ അല്ലേ? അവർക്ക് സിമ്പിൾ ആയിരിക്കും. സിമ്പിൾ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. സോ അത്രയുള്ളൂ ഞാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പം ഇത് ബിഗിനേഴ്സിനുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ കാണാം, ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. താല്പര്യമില്ല, അല്ലെങ്കിൽ ഇത് ഓൾറെഡി ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അല്ലാത്തവർക്ക് ഇത് വീഡിയോ കാണും, നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻ്റ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ട് ചോദിക്കാവുന്നതോ ആണ്. അപ്പം നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ ഹാങ്ങിങ് കമ്മൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്ന കുന്തൻ സ്റ്റോൺസുകൾ എന്ന് പറയുന്നതാണ്ട് ഇങ്ങനത്തെ ടൈപ്പ് ഐ ഷേപ്പിലുള്ളത്, ഡ്രോപ്സ് ഷേപ്പിലുള്ള, റൗണ്ട് ഷേപ്പിലുള്ള, അങ്ങനെ പല ഷേപ്പിലുള്ള ഒരു വൈറ്റ് കളറിൽ വരുന്ന ഒരു കുന്തൻ സ്റ്റോൺ ആണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഈ ഒരു ഗ്ലാസ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ് ഷീറ്റിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഗമ്മ തേച്ച് കൊടുക്കാം. ഗമ്മ തേച്ചതിന് ഒരു 2 സെക്കൻഡ് ലീവ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു റൗണ്ട് കളറിലുള്ള കുന്തൻ സ്റ്റോൺസ് ആണ് ഫസ്റ്റ് ഒട്ടിക്കുന്നത്. അതും അതിനകത്തൊരു വൈറ്റ് കളർ വരുന്നത്. അപ്പം അതിനുശേഷം ഞാൻ ഇതേപോലത്തുള്ള ഗോൾഡൻ ചെയിൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഗോൾഡൻ ചെയിൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് സ്റ്റോൺ ചെയിൻ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗോൾഡൻ സ്റ്റോൺ ചെയിൻ എനിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിന്റെ മുകളിൽ കറക്റ്റ് സൈസിന് കട്ട് ചെയ്ത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും പറ്റാതെ അതിന്റെ കറക്റ്റ് റൗണ്ട് സൈസിന് നോക്കി കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന വൈറ്റ് കളർ തന്നെയുള്ള ഐ ഷേപ്പിലുള്ള ഗോൾഡൻ ബീഡ്സ് ആണ്. അപ്പം ഗോൾഡൻ ബീഡ്സ് അല്ല, കുന്തൻ സ്റ്റോൺസ് ആണ്. അതിനുശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഷേപ്പിന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഓൾറെഡി ആദ്യമേ ഉപയോഗിച്ചിരുന്ന ഗമ്മൊന്ന് കുറച്ചൊന്ന് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നിങ്ങളുടെ ഐഡിയക്ക് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണോ ആ രീതിക്ക് നമുക്ക് ഇതേപോലെ കുന്തൻ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഈ കൂടുതലും എൻ്റെ കിറ്റിലാണെങ്കിൽ ഞാൻ ഈ ഒരു ഗ്ലൂ സ്റ്റിക്ക് അതിനകത്ത് ആഡ് ആക്കുന്നത് നമുക്ക് ഏറ്റവും വലിയൊരു ഉപയോഗം എന്ന് പറയുന്നതാണ്ട് ഇങ്ങനെ അത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതല്ലാത്ത പല ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഞാൻ ഇത്രയും കാലം യൂസ് ചെയ്തതിൽ വെച്ച് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു ഐറ്റം ആണ് കേട്ടോ ഈ ഒരു ഗ്ലൂ സ്റ്റിക്ക് എന്ന് പറയുന്നത്. അത് നമ്മുടെ കിറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കുന്തൻ സ്റ്റോൺസ് ദാണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് ഗം ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ അതിൻ്റെ പുറത്തൂടെ ഒരു ലെയറും കൂടെ ഈ ഒരു ഗോൾഡൻ അല്ല, ഈ ഒരു വൈറ്റ് കളറിലെ സ്റ്റോൺ ചെയിൻ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സൈസിന് നോക്കി കട്ട് ചെയ്തെടുക്കാൻ നോക്കുക, എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഈ ചെയ്തണക്ക് വല്ലതും ചെയ്തു നോക്കണം. അത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് മുന്നേ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോവാതൊന്നും ശ്രദ്ധിച്ചിരുന്നാൽ മതി കേട്ടോ. ഇനി ഇതിന്റെ പുറത്ത് ഞാൻ ഒരു ലെയറും കൂടെ ഞാൻ കുന്തൻ സ്റ്റോൺസ് ഒട്ടിക്കുന്നുണ്ട്. അത് ദാണ്ട് ഈ ഡ്രോപ്പ് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ആട്ടോ. അതും എല്ലാം ഞാൻ ഈ ഒരു സെയിം കളറാണ് കേട്ടോ, വൈറ്റ് ആൻഡ് ഗോൾഡ് തീമിലാണ് ഞാൻ ഈ കമ്മൽ ചെയ്തെടുക്കുന്നത്. നമുക്ക് കളർ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഇത് ഇതേപോലെ നമുക്ക് ഡ്രോപ്പ് ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇത് ഒട്ടിച്ചെടുത്ത് ഫുള്ള് നമ്മൾ കവർ ചെയ്ത് കൊടുക്കണം. അത് കവർ ചെയ്യുന്നത് നിങ്ങൾ
നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മലിൻ്റെ ലെങ്തിൻ്റെ എത്ര സൈസിലുള്ളത് വേണോ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഇതേപോലെ ലെയേഴ്സ് കൂട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് ഒട്ടിച്ചെടുത്ത് കൊടുത്തിരുന്നാൽ മതി. ഞാനിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു 3 ലെയർ വരുന്ന ടൈപ്പിൽ വലിയൊരു ഹാങ്ങിങ് കമ്മലാണ്. അപ്പം ഞാൻ അടുത്തത് രണ്ടാമത്തെ സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം അതും ഞാൻ ഈ ഒരു റൗണ്ട് തീം തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ചെയ്യാനായിട്ട്. അപ്പോൾ സെയിം തന്നെ താഴത്തെ മോഡലിൽ എന്ത് പാറ്റേൺ ആണോ അതുപോലെ തന്നെ ഞാനിവിടെ സെക്കൻഡ് ലെയറിലുള്ള സെക്കൻഡ് പീസിനുള്ളതും ഞാൻ അതേപോലെ, അതായത് മിഡിൽ പാർട്ടിനുള്ളതും ഞാൻ സെയിം തന്നെ ചെയ്യാണ്. അതിനുശേഷം വൈറ്റ് സ്റ്റോൺ ചെയിൻ ബോൾ ഞാൻ ആ ഒരു സൈസിന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുമ്പം കുറച്ച് ടാസ്ക് ആണ്. ആദ്യമേ ഒട്ടിക്കുമ്പോൾ കുറച്ച് എളുപ്പമായിരിക്കും. പിന്നെ ദാണ്ട് അധികം വന്നത് ഞാൻ ഇതേപോലെ ഒന്ന് കവറപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എനിക്ക് കുറച്ച് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തത് കറക്റ്റായി പോയില്ല. അതിനുശേഷം അടുത്തൊരു ലെയർ ഞാൻ ഒട്ടിക്കുകയാണ്. അതിന് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഡ്രോപ്പ് ഷേപ്പിൻ്റെ ചെറിയ സൈസാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ മിഡിൽ ലെയർ വരുന്നത് കൊണ്ട് ഒത്തിരി നമ്മൾ വലുതാക്കേണ്ട കാര്യമില്ല. അപ്പം ഞാനിവിടെ ഡ്രോപ്പിൻ്റെ ചെറിയൊരു സൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതും നമുക്ക് അതുപോലെ തന്നെ ഫുള്ള് ഇതേപോലെ ഒട്ടിച്ച് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ സെക്കൻഡ് ലെയറിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഏറ്റവും ടോപ്പ് ലെയറായ നമ്മുടെ ബാക്ക് ഹെഡൊക്കെ വെക്കാനായിട്ട് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ദാണ്ട് സെയിം ഇതേ പാറ്റേൺ തന്നെ, പക്ഷെ അതിൻ്റെ സൈസ് കുറയ്ക്കുകയാണ്. അപ്പം ഞാനിവിടെ റൗണ്ട് ടൈപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ഒരു പീസും ബാക്കി ഫുള്ളും ഞാൻ ഈ ഡ്രോപ്പിൻ്റെ ചെറിയ പീസുമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കവറപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്മലിൻ്റെ ഒരു ഏകദേശ ഷേപ്പുകളെന്ന് പറയുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പം എനിക്ക് എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ വന്നിട്ടുള്ള കമൻ്റ് ആയിരുന്നു എങ്ങനെയാണ് നമുക്ക് OSP ഷീറ്റ് അല്ലെങ്കിൽ ഗ്ലാസ് ഷീറ്റിൽ നിന്ന് നമ്മൾ കുന്തൻ സ്റ്റോൺസ് കട്ട് ചെയ്തെടുക്കുന്നതെന്നുള്ള. അപ്പോൾ ദാണ്ട് ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് സാധാ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കട്ടർ ഉണ്ട്, നമ്മുടെ കിറ്റിൽ ആ കട്ടർ അവൈലബിൾ ആണ്. കട്ടർ വെച്ചിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് ഷേപ്പിന് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഉണങ്ങിയിട്ട് വേണം എടുക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ കുറച്ചും കൂടി എളുപ്പം. അപ്പം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് നേരം ഇത് ഉണങ്ങാൻ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അത് അങ്ങനെ കട്ടായി വന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ കട്ട് ചെയ്തെടുത്ത പീസ് നമുക്ക് ദാണ്ടേ കാണാം. അപ്പം നമുക്ക് ദാണ്ടേ ഇങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഐപിന്നാണ്. അതുപോലെ തന്നെ എനിക്ക് കുറേ മെസ്സേജസ് വരുന്നതാണ് ഐപിന്നിൻ്റെ യൂസ് എന്താണ്, ഹെഡ് പിന്നിൻ്റെ യൂസ് എന്താണ്. അപ്പം നമുക്ക് ഹൈപിന്നിൻ്റെ യൂസ് എന്താണെന്നുള്ളത് നമുക്ക് ഇപ്പം തന്നെ കാണാം. ദാണ്ടേ ഞാൻ ഈ കമ്മലിൻ്റെ ബാക്കിലായിട്ട് ഈ ഐപിൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഹാങ്ങിങ്സ് ഇടാനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ, ഇതിൻ്റെ അടിയിൽ നമുക്ക് ബീഡ്സ് കണക്ട് ചെയ്ത് ഹാങ് ചെയ്യാൻ, അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ കമ്മൽ ഇതിൻ്റെ ഓരോരോ പീസുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ. അപ്പോൾ ഈ കണക്ടറായിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഐപിന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഐപിന്നിൻ്റെ യൂസ് എന്ന് പറയുന്നത് തമ്മിൽ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ മാലയ്ക്ക് നമുക്ക് ജസ്റ്റ് കണക്റ്റിംഗ് വയറിലൊക്കെ കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഇതിന് പല പല യൂസ് ഉണ്ടാണ്. അതിൽ രണ്ടാമത്തെ യൂസ് ഞാൻ ആദ്യമേ എൻ്റെ ഓൾറെഡി മാലയുടെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ കമ്മലിൻ്റെതാണ്ട് ഇങ്ങനത്തെ രീതിയിൽ നമുക്ക് ഒട്ടിച്ച് ഷേപ്പിന് എടുത്തു കൊടുക്കാം. അപ്പോൾ ഇതാണ് ഐപിന്നിൻ്റെ മറ്റൊരു യൂസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കുറേ പേർക്കൊക്കെ അതിൻ്റെ ഡൗട്ട് ക്ലിയർ ആയി കാണുമായിരിക്കും. അതിനുശേഷം ഐപിന്ന് നമുക്ക് പല രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ നമുക്ക് ഇതേപോലെ തന്നെ പ്ലെയർ കട്ടർ ഉണ്ട്. അത് കയ്യിൽ അവൈലബിൾ അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതാ കണ്ടില്ലേ, നമുക്ക് ഈ ഫ്ലാറ്റ് നോസ് വെച്ചിട്ട് 2-3 വെട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് അത് കട്ട് ചെയ്ത് വരും. അതിനുശേഷം ഞാനിത് മറ്റേ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു കമ്മലിൻ്റെ ഒരു മറ്റൊരു പീസുമായിട്ട് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ മുകളിൽ 2 ഐപിൻ വെച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ഐപിന് വീണ്ടും ബാക്കിയുള്ള കമ്മലിലെല്ലാം നമുക്ക് അതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അതായത് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് സൈസാണോ അത്രയും സൈസ് നോക്കിയിട്ട് നമുക്കിത് കട്ട് ചെയ്ത് ദാണ്ട് ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഐപിൻ ഇതേപോലെ തന്നെ നമുക്ക് ഹെഡ് പിന്ന് യൂസ് ചെയ്യാം. അത് നമുക്ക് തുടർന്ന് അങ്ങോട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് ഐപിന്നിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാണ്ട് പെട്ടെന്ന് കട്ടായി വരും. ഇനി നമുക്ക് കമ്മലുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ദാണ്ട് രണ്ടാമത്തെ സെയിം അതേ പീസിനകത്തോട്ട് കുന്തൻ സ്റ്റോൺസ് ഒട്ടിച്ച് നമ്മുടെ ആ ഒരു പീസിനകത്തോട്ട് ദാണ്ട് കണക്ടർ ദാണ്ട് വെച്ചിട്ടുണ്ട്. ഈ ഐപിൻ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം അതിൻ്റെ പീസുകൾ തമ്മിൽ
ചരിഞ്ഞും നേരെയൊക്കെ ഇരിക്കുന്ന ഒരു ഷേപ്പുകളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കമ്മൽ ഒട്ടിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു ഐഡിയയിൽ വേണം അത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. കണ്ടോ ഇപ്പം ഞാൻ എന്താ ഒട്ടിക്കുന്നത് കണ്ടോ. ഇത് താഴത്തെ ആ 2 എണ്ണം വെച്ചിരിക്കുന്ന ഏറ്റവും താഴത്തെ കമ്മലിനുമായിട്ട് കണക്ട് ചെയ്യാൻ, മുകളിൽ ഒരെണ്ണം വെച്ചത് മുകളിലത്തെ ഏറ്റവും വലിയ കമ്മലുമായിട്ട് കണക്ട് ചെയ്യാൻ. അപ്പോൾ അതാണ്ട് ഇതും ഇതേപോലെ തന്നെ ഞാൻ എന്താ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ ഹെഡിൻ്റെ കമ്മലിന് വെക്കുന്ന ഹെഡ് പിൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ഏറ്റവും വലിയ താഴെയായിട്ട് ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ബ്ലാക്ക് മുത്താണ് എടുത്തിരിക്കുന്നത്. കളറൊന്നും ഫെയ്ഡ് ആവുന്ന ടൈപ്പ് അല്ല. അപ്പം നല്ല ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പം ഈ ബീഡ്സിനെ നമുക്ക് ഒരു താഴെ ഹെഡ് പിന്നും മുകളിൽ നമ്മുടെ ഐ പിന്നിൻ്റെ ഷേപ്പിലുമായിട്ട് കണക്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് കണ്ടില്ലേ, അതിനെ താഴെ ഇങ്ങനത്തെ ടൈപ്പ് മുത്തുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് ലൈക്ക് നിങ്ങൾ മറ്റേ കുറേ കുങ്കുരൂസ് ഒക്കെ കണ്ടില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു രീതി കുങ്കുരുവിൻ്റെ വലിയൊരു ഷേപ്പ് നമുക്ക് ഉണ്ടാക്കി സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു റൗണ്ട് നോസ് പ്ലെയർ വെച്ചിട്ട് വളച്ചു കൊടുത്തെടുത്ത് കഴിഞ്ഞാൽ ദാണ്ട് ഇതേപോലൊരു ഷേപ്പിന് നമുക്ക് കിട്ടും. ഇതേപോലെ എത്ര പീസ് വേണോ നിങ്ങൾക്ക് കമ്മലിന് അത്രയും പീസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഹെഡ് പിൻ എന്ന് പറയുന്നത്. ഐ പിന്നാണ് മറ്റേത്, ഇത് ഹെഡ് പിൻ. അപ്പോൾ ഹെഡ് പിന്നിൻ്റെ യൂസ് മനസ്സിലായില്ലേ. ഇതുപോലെ നമുക്ക് ഈ കുങ്കുരൂസ് ചെയ്യുന്നതൊക്കെ വലിയ കുങ്കുരൂസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഇങ്ങനത്തേക്ക്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് മുത്ത് മാത്രം മേടിച്ചാൽ മതി. മുത്ത് മേടിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. പിന്നെ എൻ്റെ കൈ എടുത്ത് ചോദിച്ച കുറേ പേര് ചോദിച്ചതാണ് വാക്ക് ഷീറ്റ് അവൈലബിൾ ആണോ എന്നുള്ളത്. വാക്ക് ഷീറ്റ് എനിക്ക് റയർ ആയിട്ടേ കിട്ടുന്നുള്ളൂ. അപ്പോൾ കുറച്ച് പേരെടുത്തൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞവർക്കൊക്കെ ഞാൻ എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയൊക്കെ ഞാൻ ഓർഡർ ചെയ്യുന്നുണ്ട്. വേണ്ടുന്നവർ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ വാക്ക് ഷീറ്റ് എന്ന് യൂസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കിൽ ദാണ്ട് ഇങ്ങനെ ഇരിക്കും. നമുക്ക് സെയിൽ ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു ഭംഗി കാണത്തില്ല. സോ നമുക്കതൊരു കവറപ്പ് ചെയ്ത് നമുക്ക് വൃത്തിക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ടും ഈ വാക്ക് ഷീറ്റ് യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ നല്ല കട്ടിയുണ്ട്. ഇതിന് പകരം ഞാൻ വേറൊരു ടിപ്പായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന കവർ നമുക്ക് അതും വെച്ച് ചെയ്യാം. സോ നിങ്ങൾക്ക് സെയിലൊക്കെ സ്വന്തമായിട്ടുള്ള യൂസിനൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അല്ല സെയിലൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദാണ്ട് ഇങ്ങനത്തെ ഷീറ്റ് മേടിച്ച് ഒട്ടിക്കാവുന്നതാണ്. ഇപ്പോൾ ദാണ്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് നമ്മുടെ കമ്മലിൻ്റെ ബാക്ക് ഇതായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഷേപ്പിന് കട്ട് ചെയ്തെടുത്തിരുന്നാൽ മതി. അപ്പോൾ ഇതുപോലെ ഞാൻ എൻ്റെ കമ്മലിൻ്റെ ബാക്കിൽ ഫുള്ളും ഷേപ്പിന് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കമ്മൽ ഓൾറെഡി ചെയ്ത് വെച്ചിരുന്നതാണ്. ഇനി നമുക്ക് ഇത് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ഇത് തമ്മിലെല്ലാം കണക്ട് ചെയ്ത് ഈ കമ്മലിൻ്റെ താഴെ എങ്ങനെ കുങ്കുരൂസ് ആഡ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇത് ഒട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് പല രീതിയിൽ ഒട്ടിക്കാം. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി കമ്മലിൻ്റെ ഈ ഹെഡിൻ്റെ ഭാഗം, ഹെഡിൻ്റെ നമ്മുടെ സ്റ്റഡിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഞാൻ ഓൾറെഡി ഒട്ടിച്ച് വെച്ചതാണ്ട് അതിനകത്തൊരു ഹോൾ ഇട്ടിട്ട് അതിനകത്തേക്ക് ഞാൻ ദാണ്ട് ഈ ഒരു സംഭവം ഈ നമ്മുടെ ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അല്ലാതെ നിങ്ങൾക്ക് വേറൊരു രീതിയിലും ചെയ്യാം. അത് ഞാൻ ഇതിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് 2 രീതിയിൽ നിങ്ങൾക്ക് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. അപ്പം നല്ല ഫിനിഷിങ്ങിൽ നമ്മുടെ കമ്മൽ ഇരിക്കുകയും ചെയ്യും. ബാക്കിലും വൃത്തിയേട് കാണില്ല, ബാക്കിൽ നിന്ന് നോക്കുമ്പോഴും വൃത്തിയേട് കാണുന്നില്ല. എക്സസ് ആയിട്ട് വരുന്ന ഷീറ്റ്സ് ഒക്കെ ഒന്ന് നിങ്ങൾ കട്ട് ചെയ്ത് ആ ഒരു കമ്മലിന്റെ ഷേപ്പിനാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിക്കിരിക്കുകയും ചെയ്യും. കണ്ട ഇപ്പൊ നമ്മുടെ കമ്മൽ നല്ല ഫിനിഷിങ്ങിലായിട്ട് എൻ്റെ ബാക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എങ്ങനെ നമുക്ക് കമ്മലിന്റെ താഴെ കുങ്കുരൂസ് ആഡ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ദാണ്ട ഈ ഐ പിന്ന് നമുക്ക് ഇതേപോലെ ഈ റൗണ്ട് നോസ് പ്ലെയർ കൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു ഐയുടെ ഭാഗം ഓപ്പൺ ചെയ്ത് ഇതിനകത്തോട്ടാക്കി ക്ലോസ് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിക്കിരിക്കും. ഇതേപോലെ നിങ്ങൾക്ക് എത്ര പീസാണോ നിങ്ങൾ വെക്കാനായിട്ട് പ്ലാൻ ചെയ്യണത് അത്രയും പീസിൽ നിങ്ങൾക്ക് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വലിയ ബുദ്ധിമുട്ടുള്ളതോ പാടുള്ള കാര്യമോ ഇല്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോറിലൊക്കെ ഓൾറെഡി ഇങ്ങനെ തന്നെ ഷേപ്പിനായിട്ട് കിട്ടുന്നത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് റെഡിമെയ്ഡായിട്ട് മേടിക്കാൻ കിട്ടും. സോ നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണിച്ചു തന്ന പ്രോസസ്സിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇത് ഒട്ടിക്കാനായിട്ട് ശ്രമിക്കാവൂ. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഇളകി വരും. കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞതുപോലെ കമ്മലിൻ്റെ ഹെഡ് നമുക്ക് വേറൊരു രീതി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് നമ്മുടെ ടോപ്പിലുള്ള ആ ഒരു കമ്മലിൻ്റെ ഷേപ്പിന് നമുക്ക് വാക്ക് ഷീറ്റ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ ആ ഒരു ഹെഡ് ഇറക്കിയിട്ട് നമുക്ക് ആ ഒരു വാക്ക് ഷീറ്റോട് കൂടിയിട്ട് ഇതിനകത്ത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. 2 രീതിയിൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് 2ാമത്തെ രീതി. അതിനുശേഷം എക്സസ് ആയിട്ട് വരുന്ന വാക്ക് ഷീറ്റുകൾ കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ അതും നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ സ്റ്റിക്കായിരുന്നോളും. അടുത്ത നമുക്ക് ഈ ഐ പിന്നുകൾ
തമ്മിൽ കമ്മലിനെ കണക്ട് ചെയ്തായിട്ട് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ദാണ്ട് ഈ ഒരു ഐ പിൻ നമുക്കൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം മറ്റൊരു പിന്നുമായിട്ട് കണക്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കമ്മൽ അതിനകത്ത് സ്റ്റിക്കായിട്ടിരുന്നോളും. എന്നിട്ട് ഇത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. അപ്പം ഞാൻ വീണ്ടും ഒന്നും കൂടെ എടുത്ത് പറയാണ്, കമ്മൽ നല്ല രീതിയിൽ ഡ്രൈ ആയി ഉണങ്ങാനായിട്ട് ടൈം കൊടുത്ത് തന്നെ എടുക്കണം കേട്ടോ. ഇപ്പം നിങ്ങൾ ഇന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഒരു ദിവസമൊക്കെ നിങ്ങൾ വെച്ചോ നല്ല രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നൈറ്റൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ രാവിലെ വരെ വെച്ചോ നല്ല രീതിയിൽ ഉണങ്ങാനായിട്ട് ടൈം കൊടുക്കുക. ഇനി അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള പോർഷനും ഇതേപോലെ എക്സസ് ആയിട്ടുള്ള എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കിതേപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെയ്ത് കണക്ട് ചെയ്ത് കൊടുക്കാം. കണക്ട് ചെയ്ത് കൊടുത്ത് ദാണ്ടേ നമ്മുടെ ആ ഒരു കമ്മലിൻ്റെ ഫൈനൽ ലുക്കിലോട്ട് ഓൾമോസ്റ്റ് എത്താറായി. ഒരു 98% വന്നു. ദാണ്ടേ ഇങ്ങനെയാണ് നമ്മുടെ കമ്മൽ ഇരിക്കുന്നത്. ഇത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്കിത് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇതുകൊണ്ടുള്ള വേറൊരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നിങ്ങൾക്ക് ഇതിലോട്ട് വേറൊരു പീസ് ആഡ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ഓൺ ചെയ്യാം, അല്ലെങ്കിൽ റിമൂവ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ടും പറ്റും. ആക്ച്വലി ഈ ഒരു മോഡൽ കമ്മൽ എന്ന് പറയുന്നത് നല്ലൊരു ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണിത്. ഇങ്ങനത്തെ കമ്മലിനൊക്കെ നമുക്ക് പുറത്ത് നിങ്ങൾ കടയിൽ പോകുമ്പോഴൊക്കെ കാണാം. ഒരു സമയത്ത് ഇത് കിട്ടാൻ വളരെ പാടായിരുന്നു. ഇങ്ങനത്തെ ടൈപ്പ് കമ്മലുകൾ നമുക്ക് കടയിൽ കിട്ടാൻ തന്നെ ഭയങ്കര പാടായിരുന്നു. അത് നല്ല റേറ്റ് കൊടുത്താണ് ആൾക്കാർ മേടിച്ചുകൊണ്ടിരുന്നത്. അത് ഇനി മുതൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ ഡ്രസ്സിന് ചേരുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്തിടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാം. അപ്പം എല്ലാം ചെയ്യാം. അപ്പം സംഭവം ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ കമ്മൽ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ല്. അടുത്ത വീഡിയോയിൽ അടുത്തൊരു ഐറ്റം ആയിട്ട് നമുക്ക് കാണാം. സോ ടിൽ ദെൻ ബൈ.